മഴ കൊള്ളരുത്, മഴ കൊണ്ടാൽ പനി വരും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മഴ കൊണ്ട് നിർത്തിയിട്ട് പനി വരാൻ സാധ്യതയില്ല കേട്ടോ. മഴവെള്ളം എന്ന് പറഞ്ഞാൽ പ്യുവർ വാട്ടർ ആണ്. പക്ഷേ അത് ഭൂമിയിലെത്താൻ നേരം അതിൽ കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ കയറും. ചില ഗ്യാസസ്, പൊടിപടലങ്ങൾ, ചില ബാക്ടീരിയാസ്, വൈറസ് ഒക്കെ. പക്ഷേ ഇത് കൊണ്ട് നിർത്തിയിട്ട് നമുക്ക് പനി വരാൻ സാധ്യത കുറവാണ്. മഴക്കാലത്ത് നമ്മുടെ ബോഡി തണുക്കുന്ന കാരണം, നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നത് കാരണം ചിലപ്പോൾ ഇൻഫ്ലുവൻസ പോലത്തെ വൈറസ് ശരീരത്തിൽ കയറാൻ സാധ്യതയുണ്ട്. ഇതിൽ കൂടുതലായിട്ട് മലിനമായ ജലത്തിലൂടെയാണ് നമുക്ക് മഴക്കാല രോഗങ്ങൾ വരുന്നത്. പ്രത്യേകിച്ച് ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തമൊക്കെ. കുട്ടികൾക്ക് നമ്മൾ ഇടയ്ക്കൊക്കെ മഴ കൊള്ളിക്കണം. നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഏക മാർഗം നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ആൻറ്റിജൻസുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് എക്സ്പോഷർ കൊടുക്കണം. മഴ, വെയിൽ, പൊടിപടലങ്ങൾ, മൃഗങ്ങൾ, ചളി, മൃഗങ്ങളുടെ കാഷ്ടം തുടങ്ങിയവയൊക്കെയുമായി നമ്മുടെ കുട്ടികളെ നമ്മൾ എക്സ്പോസ് ചെയ്യിക്കണം. അപ്പോൾ അവരുടെ ശരീരത്തിൽ കുറഞ്ഞ അളവിൽ ആൻറ്റിജൻസ് കയറുകയും ശരീരം ഇതിനെതിരായിട്ട് ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. ഈ ആൻറ്റിബോഡീസ് പലപ്പോഴും ലൈഫ് ലോങ് അവരുടെ ശരീരത്തിൽ നിലനിൽക്കും. ഇത് അവർക്ക് അലർജി, ശ്വാസം മുട്ട്, പനി തുടങ്ങിയൊക്കെ വരാതിരിക്കാൻ സഹായിക്കും. ഞാൻ അത്യാവശ്യം മഴ കൊള്ളാറുണ്ട്. എൻ്റെ മോളെ ഞാൻ മഴ, ചളി, വെയിലൊക്കെ കൊള്ളിക്കാറുണ്ട്. മഴ കൊണ്ടു എന്ന് കരുതിയിട്ട് നമുക്ക് പനിയൊന്നും വരാറില്ല.